ചക്കക്കുരുവിനോട് നമ്മൾ മലയാളികൾക്ക് ഒരുതരം പുച്ഛമാണ്. പ്രത്യേകിച്ചും വീട്ടിൽ ചക്കയും പ്ലാവും ഒക്കെ ഉണ്ടെങ്കിൽ. വിദേശത്താണെങ്കിൽ നേരെ ഓപ്പോസിറ്റാണ് അവസ്ഥ. നമ്മുടെ സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ചക്കക്കുരു വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ ടൗണിലാണെങ്കിലും അതേപോലെ തന്നെ. ഞാനിവിടെ കഴിഞ്ഞ ദിവസം കണ്ടത് കിലോയ്ക്ക് 35 രൂപയാണ് ചക്കക്കുരുവിൻ്റെ വില. ഞാൻ ഇവിടെ ഇപ്പോൾ ഒരു ചക്ക കിട്ടിയാൽ ഒരു കുരു പോലും പാഴാക്കി കളയാറില്ല. കൂടുതലുള്ളവർക്ക് എന്തും പറയാം അല്ലേ. വൈറ്റമിൻ ടാബ്ലറ്റ് കഴിക്കുന്നതിൻ്റെ ഗുണം നമുക്കിത് കഴിച്ചാൽ കിട്ടും. പ്രായമുള്ളവർക്കൊക്കെ ഗ്യാസിൻ്റെ ബുദ്ധിമുട്ട് പറയാറുണ്ട്. അപ്പോൾ ചക്കക്കുരു തൊലി കളയാതെ തന്നെ പാചകം ചെയ്താൽ ഈ ഒരു പ്രശ്നം പരിഹരിക്കാൻ സാധിക്കും. അതേപോലെ തന്നെ ധാരാളം വെളുത്തുള്ളി ചേർത്തിട്ട് ചക്കക്കുരു കറി വെക്കുക. അപ്പോൾ അത്തരം പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. ഞാൻ ഇന്ന് സിമ്പിളായിട്ടൊരു ചക്കക്കുരു മെഴുക്കുപുരട്ടിയുടെ റെസിപ്പിയാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ അത് കണ്ടതിന് ശേഷം ചക്കക്കുരുവിൻ്റെ കുറച്ച് ടിപ്സ് കൂടി പറയാം. ചക്കക്കുരു ഉപയോഗിക്കുമ്പോൾ നമ്മൾ എങ്ങനെയൊക്കെ ചെയ്യണമെന്നുള്ള കുറച്ചൊരു ടിപ്സ് പറഞ്ഞുതരാം. അപ്പോൾ എല്ലാവരും ഫുൾ വീഡിയോ കാണുക. നമ്മൾ ഇന്നൊരു ചക്കക്കുരു മെഴുക്കുപുരട്ടിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനാവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ചക്കക്കുരു ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് വേവിച്ച് വെച്ചിരിക്കുകയാണ്. ഇത് ഒത്തിരി വെന്ത് പോകണ്ട, ഒരു ഇടത്തരം വേവ്. താളിക്കാനായിട്ട് ചെറിയ ഉള്ളി 5 എണ്ണം അരിഞ്ഞത്, വെളുത്തുള്ളി 4 എണ്ണം നീളത്തിൽ അരിഞ്ഞത്, പിന്നെ ഞാനിവിടെ ചതച്ച മുളകാണ് എടുത്തിരിക്കുന്നത്, 1 സ്പൂൺ എടുക്കുക, പിന്നെ കടുക്, കറിവേപ്പില. ഞാൻ സാധാരണ വെളിച്ചെണ്ണ ഉപയോഗിച്ചിട്ടാണ് കറി താളിക്കുന്നത്, അപ്പോൾ വെളിച്ചെണ്ണ കൂടി എടുക്കുക. ഇത്രയുമാണ് നമുക്ക് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇവിടെ പാൻ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഉള്ളി വെളുത്തുള്ളി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ആ കറിവേപ്പില കൂടി എല്ലാത്തും ചേർത്ത് കൊടുക്കാം. കറിവേപ്പിലയിൽ അല്പം വെള്ളം ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു, അതാണ് ഇങ്ങനെ പൊട്ടുന്നത്. ഇവിടെ ഉള്ളി മൂത്ത് വരുന്നുണ്ട്. അപ്പം നമുക്ക് ഒരല്പം കഴിഞ്ഞിട്ട് മുളക് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ചതച്ച മുളകാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ വേണമെങ്കിൽ കുറച്ച് ചതച്ച മുളകും കുറച്ച് മുളക് പൊടിയും ചേർത്ത് മിക്സ് ചെയ്ത് യൂസ് ചെയ്യാം. അതിപ്പോൾ എങ്ങനെയാണോ നിങ്ങളുടെ ഇഷ്ടം അതുപോലെ. ചക്കക്കുരു വേവിച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ ആ വെള്ളമെല്ലാം ഊറ്റി കളഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഒരല്പം ഉപ്പ് കൂടി ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. അല്ലെങ്കിൽ ഉപ്പ് ചിലപ്പോൾ കുറവായിരിക്കും. അപ്പോൾ അത് നോക്കിയിട്ട് ചക്കക്കുരു ഒന്നും കഴിച്ച് നോക്കുക, എന്നിട്ട് ആഡ് ചെയ്യുക.
നമുക്ക് ചക്കക്കുരു ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാൻ. ഇപ്പോൾ ഞാനൊരു കറിവേപ്പില കൂടി അതിലേക്ക് ചേർക്കുന്നുണ്ട്. രണ്ട് മിനിറ്റ് നമ്മൾ ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഇപ്പോൾ നമ്മുടെ ചക്കക്കുരു മെഴുക്ക് പുരട്ടി തയ്യാറായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം. ചക്കക്കുരു കൂടുതൽ നാൾ സൂക്ഷിച്ച് വെക്കാനായിട്ട്, അതായത് ഒരു വർഷം വരെയൊക്കെ സൂക്ഷിച്ച് വെക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ പൊട്ടാത്തതും അതുപോലെ മുളയ്ക്കാത്തതുമായി ഫ്രഷ് ചക്കക്കുരു എടുത്ത് കഴുകിയെടുത്ത് ഉണക്കി വയ്ക്കുക. എന്നിട്ട് ഒരു പാത്രത്തിൽ കുറച്ച് ഉണക്ക മണ്ണ് കൂടി നമുക്ക് ആവശ്യമായിട്ട് വരും. അപ്പോൾ മൂടി വെക്കാൻ പറ്റുന്നൊരു പാത്രം എടുക്കുക. അതിലേക്ക് ഒരു ലെയർ മണ്ണിടുക. അതിനുശേഷം ഒരു ലെയർ ചക്കക്കുരു നിരത്തുക. അതേപോലെ തന്നെ മുകളിലേക്ക് നമ്മുടെ കയ്യിൽ എത്രത്തോളം ചക്കക്കുരു ഉണ്ട് അതനുസരിച്ച് നമ്മൾ പല ലെയറായിട്ട് മണ്ണും ചക്കക്കുരു ഇട്ട് അടുക്കി വയ്ക്കാവുന്നതാണ്. എന്നിട്ട് നമുക്കിത് മൂടി സൂക്ഷിക്കാം. നമ്മുടെ ആവശ്യാനുസരണം ഓരോ ലെയർ ചക്കക്കുരു എടുത്ത് നമുക്ക് കറി വയ്ക്കുകയൊക്കെ ചെയ്യാം. ചക്കക്കുരു തൊലി കളഞ്ഞ് കഴിക്കാനായിട്ട് ഇഷ്ടപ്പെടുന്നവരുണ്ട്. അതേപോലെ തന്നെ തൊലി കളയാതെ കഴിക്കാൻ ഇഷ്ടപ്പെടുന്നവരുണ്ട്. തൊലി കളയാതെ കഴിച്ചാൽ കുറച്ചുകൂടി ഗുണങ്ങളുണ്ട്. ക്യാൻസറിനെയൊക്കെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് ചക്കക്കുരുവിൻ്റെ തൊലിക്ക് കഴിവുണ്ടെന്ന് പഠനങ്ങൾ പറയുന്നു. അപ്പോൾ എന്തായാലും അത് ഓരോരുത്തരുടെ പേഴ്സണലായ ഇഷ്ടമാണ്. തൊലി കളഞ്ഞ് കഴിക്കാൻ ഇഷ്ടമാണെങ്കിൽ നമുക്ക് നാലായിട്ട് മുറിച്ച ശേഷം എളുപ്പത്തിൽ തൊലി ചീവി എടുക്കാൻ സാധിക്കും. കുറച്ച് ദിവസത്തേക്കൊക്കെ സൂക്ഷിക്കാനായിട്ട് ചക്കക്കുരു ഒരു ദിവസം ഉണക്കിയ ശേഷം നമ്മൾ കവറിലിട്ട് ടൈറ്റായിട്ട് കെട്ടി ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. കുറച്ച് സമയം വെള്ളത്തിൽ ഇട്ടിട്ട് ചീവി എടുക്കുന്നവരുണ്ട്. അപ്പോൾ അത് നമ്മൾ ഏത് രീതിയിൽ ചീവുന്നതാണ് നമുക്ക് സൗകര്യം, അതനുസരിച്ച് ചെയ്യാം. അപ്പോൾ എന്തായാലും ചക്കക്കുരു എളുപ്പത്തിൽ നന്നാക്കി എടുക്കാനായിട്ട് വേറെ എന്തെങ്കിലും ടിപ്സ് ഉണ്ടെങ്കിൽ തീർച്ചയായും അതുകൂടി കമൻറ്റ് ചെയ്യുക. ഇന്നത്തെ ടിപ്സും അതേപോലെ തന്നെ റെസിപ്പിയും ഇഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാർക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. ടിപ്സ് ഓർ ഹാപ്പി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യാത്ത നിങ്ങളുടെ കൂട്ടുകാർക്ക് നമ്മുടെ ഈ ചാനലിനെ ഒന്ന് പരിചയപ്പെടുത്തുക. കൂടുതൽ വീഡിയോ അപ്ഡേറ്റ്സ് ലഭിക്കുന്നതിനായിട്ട് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും നല്ലൊരു അടിപൊളി ദിവസം ആശംസിക്കുന്നു.